ഹലോ, കുട്ടികളെല്ലാവരും +2 എക്സാം എഴുതുന്ന തിരക്കിലാണെന്നറിയാം. പക്ഷേ അതിനിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പൊതുവെ നമ്മൾ എൻട്രൻസ് എക്സാംസ് എന്ന് പറയുമ്പോൾ JEE, നീറ്റ്, കീം ഇതാണ് നമ്മുടെ മനസ്സിൽ വരാറുള്ളത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന, അതായത് ഈ സമയത്ത് അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ള 7 ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാംസ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആസ്പയർ ചെയ്യുന്ന ഫീൽഡുകൾ നിങ്ങൾ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡെഫിനറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ പറയാൻ കാരണം പലതിൻ്റെയും ഡെഡ് ലൈന് ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഒരുപാട് ആൾക്കാർ പിന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാർ ഏതൊക്കെ എക്സാംസ് ആണ് എഴുതാൻ പറ്റുക, അയ്യോ അത് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ എക്സാംസിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തേത് കുസാറ്റിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ കേരളത്തിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഒരുപാട് പ്രോഗ്രാംസ് കുസാറ്റിലുണ്ട്. ഫോർ എക്സാമ്പിൾ ബിടെക് ഉണ്ട്, മറ്റ് ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ഉണ്ട്. ബിടെക്കിൽ തന്നെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നേവൽ ആർക്കിടെക്ചർ, അതേപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്നൊക്കെ തുടങ്ങി ഒരുപാട് ഫീൽഡുകൾ കുസാറ്റിലുണ്ട്. കുസാറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ തന്നെ ചെയ്തത് ഞാൻ മേലെ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അപ്പോൾ കുസാറ്റിന്റെ അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ എന്നുള്ളത് March 23 ആണ്. ഒരാഴ്ച കൂടി ഉള്ളൂ. ഇനിയും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി എഞ്ചിനീയറിംഗിന് പോകാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ സയൻസിൽ ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസിനോ അല്ലെങ്കിൽ ബേസിക് സയൻസ് പ്രോഗ്രാമിനോ പോകാൻ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും കുസാറ്റിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് അപ്ലൈ ചെയ്യണം. എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് May 10 മുതൽ 12 വരെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സോ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇന്ത്യയിലെ 7 ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ടുള്ള അഡ്മിഷൻ ആണ്. IISc ബാംഗ്ലൂരിലെ BS റിസർച്ച് പ്രോഗ്രാമിനും ഈ പ്രോഗ്രാം വഴി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ എക്സാം വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, 5 ഇയർ BSMS ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസ് വരുന്നുണ്ട്. 5 ഇയർ BS കൊൽക്കത്തയിൽ 5 ഇയർ BSMS ഡുവൽ ഡിഗ്രി പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡാറ്റ സയൻസ് ഇൻ ഐസർ കൊൽക്കത്ത സ്പെസിഫിക്കലി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഐസർ ഭോപ്പാലിൽ 4 ഇയർ BTech പ്രോഗ്രാം ഉണ്ട്, BS ഇൻ എക്കണോമിക് സയൻസ്. അതേപോലെ തന്നെ ഐസർ തിരുപ്പതിയിലും സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക് സയൻസിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, സോ April 15 വരെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. May 25 എക്സാം വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്ട്സും ചോദിക്കുന്ന എക്സാംസ്, വളരെ യുണീക്ക് ആയിട്ടുള്ള എക്സാമാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നിങ്ങൾക്കൊരു സയൻസിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ സയൻസിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് നെസ്റ്റ് അഥവാ നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് അഥവാ നൈസർ ഭുവനേശ്വർ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ്, ഇവരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് 5 ഇയർ MSc പ്രോഗ്രാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിലാണ് നെസ്റ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. May 9 അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ. ഇനിയും സമയമുണ്ട്. June 22 എക്സാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ JEEക്കും നീറ്റിനൊക്കെ നിങ്ങളൊരു ബാക്കപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നെസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ബാക്കപ്പാണ്, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ് നൈസർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രോഗ്രാം എന്നുള്ളത്. CUET UG ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന എക്സാംസിൽ ഒന്നാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. CUET UG കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ XNYയുടെ യൂട്യൂബ് ചാനൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ടാണ് ഈ കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് ഉള്ളത്. നാഷണൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ടാണ്. BA BSc പ്രോഗ്രാംസ് ഉണ്ട് വേരിയസ് സബ്ജക്ട്സിൽ. അപ്പോൾ March 22 അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ. എക്സാമിനേഷൻ ഡേറ്റ് May 8 മുതൽ June 1 വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സാമിനേഷൻ ഡേറ്റ്സ് ആണുള്ളത്. March 22 എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ഡിഗ്രി പ്രോഗ്രാം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. IIIT ഹൈദരാബാദ് അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. IIIT ഹൈദരാബാദ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. ഞാൻ നേരിട്ട് പോയിട്ടുണ്ട്. ഞങ്ങളുടെ XNYയിലെ സ്റ്റുഡൻസ് ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് ഡിഫറെന്റ് അഡ്മിഷൻ സ്ട്രീംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ JEE മെയിൻസ് ഉണ്ട്. എന്നാൽ അതേപോലെ തന്നെ UGW എന്ന് പറയുന്ന അവർ നടത്തുന്ന ഒരു സ്പെഷ്യൽ എക്സാം ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനപ്പുറം നിങ്ങൾക്ക് നല്ല ലോജിക്കൽ തിങ്കിങ് കേപ്പബിലിറ്റി, നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതേപോലെ തന്നെ പ്രോഗ്രാമിങ്ങിനൊക്കെ നല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് UGE എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. UG ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസിലോട്ടാണ് UGE വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. BTech ആൻഡ് മാസ്റ്റർ ഓഫ് സയൻസ് ബൈ റിസർച്ച്, അത് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, എല്ലാ ഇതിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വീണ്ടും March 23, ഒരാഴ്ച കൂടിയുള്ളൂ. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. എക്സാമിനേഷൻ ഡേറ്റ് April 19 ഓക്കെ, അപ്പോൾ UGW എന്നുള്ളത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ എൻ്റെ ചാനലൊരു വീഡിയോ IIT ഹൈദരാബാദിന്റെ ക്യാമ്പസ് ടൂർ ചെയ്തിട്ടുണ്ട്. അതിൽ UGW എക്സാമിനെ കുറിച്ച് അത് എഴുതി ക്വാളിഫൈ ചെയ്തു
ചെയ്ത 14ാം റാങ്ക് വാങ്ങിയ ഞങ്ങളുടെ ഒരു സ്റ്റുഡന്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് വേണമെങ്കിൽ കേട്ട് നോക്കുക. ഞാൻ മേലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ മറ്റേ കാര്യം ഞാൻ നൽകുന്നതാണ്. ഓക്കെ, സോ അഡ്മിഷൻ ടെസ്റ്റ് ഫോർ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI. ഇപ്പോൾ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ഇനി മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യയിലെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. കൊൽക്കത്തയിലും ബാംഗ്ലൂരിലൊക്കെ ISIs ഉണ്ട്. 3 ഇയർ ബാച്ചലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് BStat ഹോണേഴ്സ് ഉണ്ട്. 3 ഇയർ ബാച്ചലർ ഓഫ് മാത്തമാറ്റിക്സ് BMath ഹോണേഴ്സ് ഉണ്ട്. അത് കൂടാതെ 4 ഇയർ ബാച്ചലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ് BSDS പ്രോഗ്രാം ഉണ്ട്. ഈ ഒരു പ്രോഗ്രാം 4 ഇയർ പ്രോഗ്രാം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്മിഷൻ ടെസ്റ്റ് വഴിയല്ല, നേരെ മറിച്ച് അത് JEE മെയിൻ അല്ലെങ്കിൽ CUT UG സ്കോർ വഴിയാണ് അതിലോട്ടുള്ള അഡ്മിഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 പ്രോഗ്രാം, ഫസ്റ്റത്തെ 2 പ്രോഗ്രാമിനും മൂന്നാമത്തെ പ്രോഗ്രാമിനുള്ള അപ്ലിക്കേഷൻ ഡേറ്റ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ 2 പ്രോഗ്രാമിന് അപ്ലിക്കേഷൻ ഡേറ്റ് എന്നുള്ളത് മാർച്ച് 26, 2025 ആണ്. അഡ്മിഷൻ ടെസ്റ്റ് മെയ് 11 വരിക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1.5 ആഴ്ച കൂടിയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സമയമുള്ളത്. ഈ ഒരു എക്സാമിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ BSDSന് ഏപ്രിൽ 4 സ്റ്റാർട്ട് ചെയ്യുക, എൻഡ് ചെയ്യുക മെയ് 31 അതിന് നിങ്ങൾ വേറെ എക്സാം എഴുതേണ്ടതില്ല. പക്ഷെ നിങ്ങൾ JEE മെയിനോ അല്ലെങ്കിൽ CUT UGയോ നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട എക്സാം എന്നുള്ളത് IPMAT ആണ്. IPMAT എന്നുള്ളത് മാനേജ്മെന്റ്, ഇപ്പോൾ IIMs, IIM ഇൻഡോറും IIM റോത്താക്കും അവർ ഇന്റഗ്രേറ്റഡ് 5 ഇയർ മാനേജ്മെന്റ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് സാധാരണ IIMsൽ PG കോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നടത്തുന്ന എക്സാം ആണ്. ആക്ച്വലി 2 IPMATs ഉണ്ട്. ഇൻഡോറിന് ഒരു IPMATും റോത്താക്കിന് വേറൊരു IPMAT ഉള്ള 2 പരീക്ഷയുടെയും പേര് സെയിം ആണ്. പക്ഷേ 2 എക്സാംസ് ആണ് കണ്ടക്ടഡ് ബൈ ഈ IIM സെപ്പറേറ്റ്ലി. ആൻഡ് IIM റാഞ്ചിയിൽ ഈ പ്രോഗ്രാം ഉണ്ട്. ഇതിലെ സ്കോർസ് IIM റാഞ്ചിയിൽ എന്ത് ചെയ്യും, അവരത് ആ സ്കോർ എടുക്കും. അവരായിട്ട് വേറെ എക്സാം നടക്കുന്നില്ല. അപ്പോൾ ഇന്റഗ്രേറ്റഡ് MBA പ്രോഗ്രാം ആണ്. അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ IIM ഇൻഡോറിൽ വരുന്നത് മാർച്ച് 27 ആണ്. അഡ്മിഷൻ ടെസ്റ്റ് മെയ് 12 ആണ്. അതേപോലെ തന്നെ IIM റോത്താക്കിലോട്ട് ഏപ്രിൽ 11 വരെ അപ്ലൈ ചെയ്യാൻ സമയമുണ്ട് അഡ്മിഷൻ ടെസ്റ്റ്. എന്നാൽ കുറച്ചുകൂടി എളുപ്പം മെയ് 5 വരുന്നത്. അപ്പോൾ നിങ്ങളൊരു മാനേജ്മെന്റ് കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ IPMATന് അപ്ലൈ ചെയ്യുക. മറ്റൊരു ഇമ്പോർട്ടന്റ് എക്സാം NCET ആണ്, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇത് 4 ഇയർ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ITEP എന്ന് പറയുന്നത് പുതിയൊരു പ്രോഗ്രാം, വളരെ ന്യൂ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. 2-3 വർഷമായിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഇത് സെലക്ടഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും അതേപോലെ ഈവൺ IITs NITസിലൊക്കെ പലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുണ്ട്, IITസിലുണ്ട്, NIT കാലിക്കറ്റിലുണ്ട്. ഇവിടെ ഒരു BSc B.Ed ഇന്റഗ്രേറ്റഡ് BSc B.Ed പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു BSc ആദ്യം എടുത്തിട്ട് പിന്നെ ഒരു B.Edലോട്ട് പോകാന്നുള്ളതൊക്കെ കുറച്ച് പണിയുള്ള കാര്യമാണ് അല്ലെ. B.Edന് ഇപ്പോൾ 2 വർഷമാണ്, BScക്ക് 4 വർഷമാണ്. എന്നാൽ ഇവിടെ നമുക്കൊരു 4 ഇയർ കൊണ്ട് നമുക്കിത് രണ്ടും കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ മാർച്ച് 31 ആണ്. 2 ആഴ്ച സമയമാണുള്ളത്. എക്സാമിനേഷൻ ഡേറ്റ് ഏപ്രിൽ 29 ആണ്. അപ്പോൾ ഇത്രയും എക്സാംസിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള, എല്ലാത്തിനും കൂടി എല്ലാവരും അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ സെലക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന എക്സാംസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ നേരത്തെ തന്നെ ഇത്തരം എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ XNYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ടുണ്ട്. ഇപ്പോൾ എൻട്രൻസ് എക്സാമിന്റെ ഒരു അടുത്തൊക്കെ എത്തിയപ്പോൾ അതിന്റെ ടെൻഷനൊക്കെ നമ്മൾ അറിയുന്നുണ്ടാവും അല്ലേ. എന്നാൽ ഇങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലാതെ നേരത്തെ തന്നെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കാവുന്ന XNYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് ലീഡ് ചെയ്യുന്നത് IITians NITians ഡോക്ടേഴ്സുമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് നൽകുന്നുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങൾ നൽകുക. അപ്പോൾ ഈ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസുമായിട്ട് ചാനൽ വരുന്നതാണ്. നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.